ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഗിന്നു ആണേ. അപ്പോൾ നമ്മുടെ കേബിൾ കാർ യാത്ര സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് അത്ര ഉയരത്തിലൂടെയാണ് പോകുന്നതെന്നുള്ള ആ ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി ഞങ്ങൾ അതിനകത്തിരുന്ന് നല്ല വർത്തമാനമായിരുന്നു, അതുകൊണ്ടായിരിക്കും ആ യാത്രയുടെ ഒരു സംഭവമൊന്നും കിട്ടിയില്ല. എന്നാലും നമ്മൾ ആ ഒരു കാഴ്ചകൾ, അതിൻ്റെ താഴ്ഭാഗത്തും ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ ക്യാപ്ചർ ചെയ്തായിരുന്നു. ഒരു വലിയ ക്രൂസ് ഷിപ്പ് അവിടെ കിടപ്പുണ്ട്, കാണാൻ നല്ല അടിപൊളിയായിരുന്നു ഇതൊക്കെ സംഭവം. പക്ഷേ ഇതിങ്ങനെ ഫുള്ളിങ്ങനെ അടച്ചു പൂട്ടി വെച്ചിരിക്കുന്ന ഒരു ഇതായതുകൊണ്ടാണോ എന്താണെന്നറിയില്ല, എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഒരു എക്സൈറ്റ്മെൻറ്റോ ആ ഒരു ഫീലൊന്നും വന്നില്ല. ഇപ്പോൾ ഈ കാഴ്ചകൾ പോലും ഞാൻ ക്യാമറയിൽ ക്യാപ്ചർ ചെയ്തതിന് ശേഷം പിന്നീടാണ് ഇത്രയും നല്ല കാഴ്ചകൾ ഇതിൻ്റെ താഴെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യത്തിൽ മനസ്സിലാക്കുന്നത് തന്നെ. അല്ലാതെ അവിടെ എനിക്ക് ലൈവായിട്ട് ആ കാഴ്ചകൾ അത്ര അങ്ങോട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ആ സംഭവം അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. സെൻറ്റോസ് അങ്ങനെ എന്തോ പറയുന്നൊരു സ്റ്റേഷനായിരുന്നു. അവിടെ നിന്ന് നമ്മളിതാ മാഡം തുസാഡ് മ്യൂസിയത്തിലേക്ക് കയറാണ്. അവിടെ കയറി കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് CID മ്യൂസിയത്തിൽ ബിന്ദു പണിക്കരെ പോലെ തന്നെയാണ് തോന്നിയത്. കാരണം ഈ ഒരു സ്റ്റുഡിയോ സെറ്റപ്പിൽ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ ഇതിൻ്റെ അകത്തേക്കൊക്കെ ഓടി ചെല്ലുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ആ ഒരു ആകെക്കൂടി ഒരു ബഹളമായിരുന്നു. പൂക്കാരിയാവുന്നു, ഒന്നും ക്ലച്ച് പിടിച്ചില്ല, പക്ഷേ എല്ലാത്തിലും കൈയിട്ട് വാരി അങ്ങനെ നടക്കുകയായിരുന്നു. പഴയ കാലത്തെ ഫോൺ, അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്തു. അപ്പോൾ നൊസ്റ്റു അടിക്കിച്ച് ആ ഫോൺ എടുത്ത് യൂസ് ചെയ്യുന്നു. പിന്നെ ഇവർ കുറേ കാര്യങ്ങൾ എനിക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സിംഗപ്പൂരുകാർ നല്ല രീതിയിൽ അവരുടെ ടെക്നോളജി നന്നായിട്ട് ഈ മ്യൂസിയത്തിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അവരുടെ പണ്ടത്തെ കാലത്ത് എങ്ങനെയായിരുന്നു, ആ സ്ക്രീനിൽ നമുക്ക് ഇപ്പോൾ എങ്ങനെയാണ്, ഈ സംഭവങ്ങളൊക്കെ നല്ല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ അവരുടെ പണ്ടത്തെ കാലത്തെ ജീവിത രീതികളിൽ നിന്ന് ഇന്നത്തേക്കുള്ള ആ ഒരു മാറ്റം എങ്ങനെയാണ്, ഇതൊക്കെ അവർ ഭയങ്കരമായിട്ട് ടെക്നോളജി യൂസ് ചെയ്തിട്ടാണ് അവിടെ ഫുള്ള് ഇത് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അടിപൊളി കാര്യമായിട്ട് തോന്നി. അപ്പോൾ കൂടുതൽ കാഴ്ചകൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ.